ബഹുമാനപ്പെട്ട മൈമൂന ബീവി റളിയല്ലാഹു അൻഹ ലെങ്കും മതി ലെങ്കും മുതി തിളങ്ങിടും അജബിലയുടനടി പവിഴം ഉടനടി നിറയുന്ന മനസ്സിലെ തിളക്കം ബീവി മൈമൂന എന്നവർ എന്നും പാരതിലെ ജീവിത പോരിഷ പോമലരേ. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ, മൈമൂന ബീവി റളിയല്ലാഹു അൻഹ അറിയാത്തവരുണ്ടോ സഹോദരങ്ങളെ? മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ മഖ്ബറ ഇന്നും വഴിയോരത്ത് കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ കാണാൻ കഴിയുമല്ലോ. മൈമൂന ബീവി നമ്മുടെ ഉമ്മയാണ്, കിടക്കുന്നത് അറിയുമല്ലോ. അവിടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ, സലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അൽഹംദുലില്ലാഹ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവിടെ എത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു സൗഭാഗ്യം തരട്ടെ, അല്ലാഹു സന്തോഷം നിറഞ്ഞു നൽകട്ടെ. മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നു, മൈമൂന, ഞാനും എന്റെ ഭർത്താവും നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞുകൂടുമ്പോ എന്തെല്ലാം കൊണ്ടുവരണം മൈമൂന, എന്തെല്ലാം ഞാൻ ഉപേക്ഷിക്കണം മൈമൂന. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരു കാര്യം നീ ചെയ്യണം, ഒരു കാര്യം നീ ചെയ്യരുത്. അല്ലാഹുവേ, ഏതാണ് ആ ഒരു കാര്യം ചെയ്യാനുള്ളത്? ഏതാണ് ആ ഒരു കാര്യം മാറ്റാനുള്ളത്? മൈമൂന ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, നീയും നിന്റെ ഭർത്താവും. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുന്നു, നീയും നിന്റെ ഭർത്താവും ഒരുമിച്ച് കൂടുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ന്യൂനതകളും കുറ്റങ്ങളും കുറച്ചു മുമ്പ് നീ കണ്ടുപോയതാണ്. പിന്നെ എന്തെങ്കിലും ചെറിയ സൗന്ദര്യ പ്രശ്നത്തിന്റെ പേര് പറയുമ്പോ ആ പഴയ കാര്യങ്ങൾ എടുത്തിട്ട് കൊണ്ട് നിന്റെ ഭർത്താവിനോട് കുറ്റം പറയുന്നത് അത് അല്ലാഹുവിന് ഇഷ്ടമല്ലല്ലോ മോളെ. ആ ഒരു സ്വഭാവം നിന്നിലുണ്ടെങ്കിൽ അത് മാറ്റണേ മോളെ. ഉമ്മമാരെ, ചില കാര്യങ്ങൾ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം പഴയ കാര്യങ്ങളൊന്നും മറക്കൂല. പഴയത് അവരുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാകും. എപ്പോഴെങ്കിലും വീട്ടിൽ ചെറിയൊരു തീപ്പൊരി ഇട്ട് കൊടുത്താൽ ആ തീപ്പൊരി ഇങ്ങനെ പടരും. അപ്പൊ പറയും, അന്ന് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, അന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ. പിന്നെ ആകപ്പാടെ പ്രയാസമാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് മൈമൂന ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, പഴയ കാര്യങ്ങളെ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് അവരെ വെറുപ്പിക്കുന്ന, അവരെ വെറുപ്പ് പിടിപ്പിക്കുന്ന, അവർക്ക് ദോഷം വരുത്തുന്ന ഒന്നും നീ പറയരുതേ. അങ്ങനെ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ടവരെ വെറുപ്പിച്ചാൽ അത് നിനക്ക് നല്ലതല്ല, നിന്റെ ജീവിതത്തിന് നല്ലതല്ല, നിന്റെ യാത്രകൾക്ക് നല്ലതല്ല, അല്ലാഹുവുമായിട്ടുള്ള ബന്ധത്തിന് അത്ര നല്ലതാകൂല. അതുകൊണ്ട് പഴയ കാര്യങ്ങളിട്ട് ഭർത്താവിനോട് നിങ്ങൾ വിദ്വേഷമോ പിണക്കമോ കാണിക്കല്ലേ എന്ന് ബീവി മൈമൂന. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി. ഞാൻ പറയുമ്പോ നിങ്ങൾ ഇനി വലിയൊരു കാര്യമാക്കി എടുക്കണമെന്നില്ല. എന്നാൽ എത്രയോ ആളുകൾ വീടിന്റെ ഉള്ളിൽ, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ, നമ്മൾ പഴയ കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, ആ ഒരു സ്വഭാവം എന്നാ മൈമൂന ബീവി പറയാണ്. ആരാണ് മൈമൂന? മുത്ത് നബിയുടെ മുത്തഴകായി ബീവി മൈമൂന, ലെങ്കും മുതിർമതി ലെങ്കും പാരതിൽ ലെങ്കും മൈമൂന ബീവി മുത്ത് റസൂൽ ദീന, ഉത്തമദീനിൻ ഉമ്മത്തായി ഉമ്മയായി വന്ന മഹദി, മുത്ത് റസൂലിൻ സൗജത്തായി മൈമൂന ബി, എന്നും പാരതിലാകെ മിന്നിടുന്ന ബീവി മൈമൂന. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, മോളെ, നീ പഴയതൊന്നും പറഞ്ഞിട്ട് സങ്കടപ്പെടുത്തരുത്. ഇനി അങ്ങനെ ഒരു സ്വഭാവം നിനക്കുണ്ടോ, ആ സ്വഭാവം നീ അങ്ങ് മാറ്റിയേക്കണം. അത് നിന്റെ ജീവിതത്തിന് ഖൈറ് കിട്ടാൻ, നിന്റെ ജീവിതത്തിന് സമാധാനം കിട്ടാൻ അത് കാരണമാണ്. പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കരുത്.
അതെന്നും പരാജയമാണ്. രണ്ടാമതായിട്ട് മൈമൂന ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നിനക്കെത്ര വെറുപ്പുണ്ടെങ്കിലും നിനക്കെത്ര ദേഷ്യമുണ്ടെങ്കിലും നിന്റെ ഭർത്താവ് വന്നാൽ നിനക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യുന്ന, നിനക്ക് അല്ലാഹു റഹ്മത്ത് തരുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം, നീ മിണ്ടിയിട്ടില്ലെങ്കിലും നീ ഇരിക്കുന്നുണ്ടോ, എന്നാൽ നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേക്കണം. പക്ഷേ ഭർത്താവിന്റെ അനക്കം തട്ടിയാൽ നീ അവരുടെ മുമ്പിലേക്കൊന്ന് വന്നിട്ടെങ്കിലും പോകണമല്ലോ. ഭർത്താവിനോട് നീ പിണക്കമാണ്, ചെറിയൊരു പിണക്കം തട്ടി, എന്നാലും ഭർത്താവ് വന്നോന്നറിഞ്ഞാൽ ഞാനിവിടെ ഉണ്ട് എന്നൊന്നറിയിക്കണം. നമ്മളാണെങ്കിലോ, അമ്മമാരെ നമ്മളാണെങ്കിലോ അറിയിക്കുമോ? നമ്മൾ മിണ്ടുമോ? നമ്മൾ എവിടെങ്കിലും കയറി കിടക്കുമല്ലോ. അങ്ങനത്തെ ഒരവസ്ഥ വന്നാൽ അള്ളാഹുവിന്റെ മലക്കുകളാണ് നിങ്ങളെ ശപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മലക്കുകൾ അള്ളാഹിനോട് പറയുന്നു, അല്ലാ, ജീവിതത്തിൽ ഒരു കണക്കും പറയാത്ത മനുഷ്യനോട് പിണങ്ങിയിട്ടുണ്ട് റബ്ബേ. ഇനി ഏതെങ്കിലും ഒരു ഭർത്താവ് കണക്ക് പറയുന്നുണ്ടെങ്കിൽ അവൻ യഥാർത്ഥ ഒരു ഭർത്താവല്ലെന്ന് ബീവി മൈമൂന. ജീവിതത്തിൽ കണക്ക് പറയുന്നില്ല. ചിന്തിച്ചു നോയിക്കേ, ഭർത്താവ് എപ്പോഴെങ്കിലും നിങ്ങളോട് കണക്ക് പറഞ്ഞിട്ടുണ്ടോ? എനിക്കത് വേണം, ഇത്ര വേണം, ഇല്ലേ? ഒരു കണക്കും പറഞ്ഞിട്ടില്ല, ഒരു കണക്കും പറഞ്ഞിട്ടില്ല. അങ്ങനെ കണക്കൂട്ടി വെച്ച ഒരുപാടില്ലേ? എന്ത് പറഞ്ഞാലും വാങ്ങിത്തരുന്നവർ. സ്നേഹം വേണം വീട്ടില്, ജീവിതത്തിൽ. ചിന്തിച്ചാ മതി, അല്ലാ, നേരം വെളുത്ത് ഇറങ്ങിപ്പോകുന്ന മനുഷ്യനാണ് അദ്ദേഹം. എത്ര ദേഷ്യമുണ്ടെങ്കിലും അതൊന്ന് സഹിക്കാൻ നമ്മൾ തയ്യാറാകണം. എന്തേ കാരണമെന്നറിയുമോ? നേരം വെളുത്ത് ഇറങ്ങിപ്പോയിട്ട് ജോലി കിട്ടിയില്ല, വാഹനത്തിന് ഓട്ടമില്ല, കടയിൽ നിൽക്കുന്ന മുതലാളിയുടെ വായിലിരിക്കുന്ന മുഴുവനും കേട്ട് എന്നിട്ട് പോലും അവിടെ പിടിച്ചു നിന്നത് എന്റെ ഭാര്യ, എന്റെ മക്കളെന്ന് പറഞ്ഞിട്ടാണ്. ആളുകളുടെ വായിരിക്കും നാട്ടും തുപ്പും മുഴുവനും കേട്ട് അവിടെ പിടിച്ചു നിൽക്കുന്നത് അത് വേറൊന്നിനുമല്ല, പിടിച്ചു നിൽക്കുന്ന എന്റെ മക്കള്, എന്റെ ഭാര്യ എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളുടെ ഭർത്താവിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ എപ്പോഴേ പോയേനെ, ഇല്ലേ? ആ ദേശത്തോടെ വീട്ടിലേക്ക് വരുമ്പോ നിങ്ങളൊന്ന് സമാധാനത്തിന്റെ വാക്ക് പറയണം. വീട്ടിലേക്ക് വരുമ്പോ സമാധാനത്തിന്റെ വാക്ക് പറയണം. ലംഘുന്ന പൂമുഖമായി പടിവാതിൽ നീ ചൊന്നിടണം. ചിരിയാലേ അകമിലായി അവരെ നീ കൂട്ടേണം. കഥകളുമായി അത്ഭുതമായി അരികത്തായി ചേരേണം. ക്ഷീണിതനാ സ്നേഹിതേ നീ അവനോടൊന്നു ചൊല്ലേണം. കാര്യമതെല്ലാം തിരക്കേണം. വേദനയാൽ നീ കൂടേണം. സങ്കടമാലേ എത്തുമ്പോ നിന്നുടെ സങ്കടമാകേണം. എന്നാൽ ജീവിതം സുഖമാകും, എന്നും സ്വാന്തന വഴിയാകും. അറിവിൻ പൊലിവാകും, എന്നും ജീവിത നിജമാകും. ജീവിതത്തില് സങ്കടത്തിലും ടെൻഷനിലൊക്കെ വരുമ്പോ ഒരല്പം ഒന്ന് സാന്ത്വനം കൊടുക്കാം. നിങ്ങളുടെ ആ ഒരു സാന്ത്വനത്തിന്റെ വാക്കാണ് അവരെ വിജയിപ്പിക്കുന്നത്. അതുകൊണ്ട് മൈമൂന ബീവി റളിയല്ലാഹു അൻഹ പറയാ, അവര് വരുമ്പോ എത്ര വഴക്കുണ്ടെങ്കിലും എത്ര പിണക്കമുണ്ടെങ്കിലും അവരുടെ അരികിലേക്കൊന്ന് ചൊല്ലുമോ? നിങ്ങളുടെ പിണക്കം നിങ്ങളവിടെ കാണിക്കരുത്. കാരണം നിങ്ങൾ വീട്ടിന്റെ ഉള്ളിലാ, അവര് പുറത്തുപോയി നിങ്ങൾക്ക് വേണ്ടി പാടുപെട്ടിട്ട് നിങ്ങൾ മിണ്ടിയിട്ടില്ല െങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ കൊണ്ടുവന്നവരാണ്. മൂന്നാമതായി മൈമൂന ബീവി റളിയല്ലാഹു അൻഹ പറയാ, നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ദുആരക്കണം. നിങ്ങളുടെ മക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. ഓരോ ഭാര്യമാരും മക്കളെ കൊണ്ട് ബാപ്പയ്ക്ക് വേണ്ടി ദ്വാരപ്പിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ദ്വാരക്കണം.
നിങ്ങളും ദുആ ചെയ്യണം, ആ മക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും വേണം. എന്നാലാണ് ജീവിതത്തിൽ ഒരുപാട് സുഖം കിട്ടുന്നത്. അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നത്, റഹ്മത്തിന്റെ മാലാകമാര് ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മോളെ, ഈ കാര്യങ്ങൾ നീ മറക്കല്ലേ മോളെ. ഈ കാര്യങ്ങളൊന്നും നീ മറക്കരുത്. ഈ കാര്യങ്ങളൊക്കെ നിന്റെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നോ, നിന്റെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നോ, നിനക്കൊരുപാട് പ്രതിഫലം അല്ലാഹു തരുമെന്ന് പഠിപ്പിച്ചത് അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ടവര്, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ ഉമ്മ വല്ലാതെ സ്നേഹം തന്ന ബീവി മൈമൂന ഉമ്മ. റസൂലുള്ളാഹിന്റെ ഭാര്യമാര് മുഴുവനും നമുക്കുമ്മയാണ്, അവരെല്ലാം നമുക്ക് ഉമ്മയാണ്. അതുകൊണ്ട് മുഅ്മിനേ, അവരെ പിൻപറ്റിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് ജീവിതം മെച്ചപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അല്ലാഹു നമുക്ക് സന്തോഷം തരട്ടെ, അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ.